It's been 3 years. She's gonna come to the airport just to meet me. Why are you doing porn and masturbation addiction awareness? Why did you start from Turkey? Why is there a mask? സോ ഈ ഒരു റൈഡിനിടയ്ക്ക് ഞാൻ ഫ്രീക്വൻ്റ് ആയിട്ട് നേരിട്ട് 3 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് ആണ് ഈ വീഡിയോ മൈറ്റ് ബി എ ലിറ്റിൽ ലോങ്, സോ ബെയർ വിത്ത് മീ. But what is pornography? Pornography is nothing but a new generation cancer. നമ്മൾ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്പീഡിൽ നമ്മുടെ സൊസൈറ്റിയിൽ സ്പ്രെഡ് ആവുന്ന ഒരു ക്യാൻസറാണ്, ഒരു ക്യാൻസറസ് ആയിട്ടുള്ള ഗ്രോത്താണ് പോണോഗ്രഫി. ഓൺ ആൻ ആവറേജ് 13 വയസ്സിലാണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ പോണിന് എക്സ്പോസ്ഡ് ആവുന്നത്. സോ ആ ഒരു പ്രായം തൊട്ടേ സെക്സിനെ കുറിച്ച് ഒരു ഫോൾസ് ആയിട്ടുള്ളൊരു ഇമേജാണ് ഒരു കുട്ടിക്ക് മൈൻഡിലുണ്ടാവുന്നത്. ഈയിടെ കുട്ടികൾ കണ്ടുവരുന്ന സെക്സിനോടുള്ള അമിതമായ ഒരു ആസക്തി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈയിടെയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസറിൻ്റെ അടുത്തൊരു കുട്ടി ന്യൂഡ് ഫോട്ടോസിന് വേണ്ടി ചോദിച്ചൊരു ഇൻസിഡൻറ്റ് ഞാൻ അറിയുണ്ടായി. അവിടെ മുതൽ ഫേസ്ബുക്കിലുള്ള അമ്മാവന്മാരുടെ വരെ ക്രിമിനടി, അതിൻ്റെ മൂല കാരണം ഇസ് പോണോഗ്രഫി. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നൊന്നില്ല. ആൻഡ് 10th ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ആലോചിക്കേണ്ട. കാരണം അത് പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിൻ്റെയും പഠിക്കാനിരിക്കുന്ന സ്റ്റുഡൻസിൻ്റെയും ആ ഒരു ചാപ്റ്റർ എത്തുമ്പോൾ ആ ക്ലാസ്സിലുണ്ടാകുന്ന ഒരു എനർജി എന്താണ്, എങ്ങനെയാണെന്ന് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. ഒരു 5ാം ക്ലാസ് മുതൽ സിലബസിൽ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു കൂടുതലൊരു നോളജ് ഉണ്ടാവും. ബിക്കോസ് ആ ഒരു പ്രായത്തിലൊക്കെ ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ അപ് ടു. നമുക്ക് ചുറ്റും ഈ ഒരു അറിവില്ലായ്മ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ തന്നെ നേരിട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ്. എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന് തിരിച്ചറിയാനുള്ളൊരു വകതിരിവ് കുട്ടികൾക്കുണ്ടാവും. ആൻഡ് ഓൾസോ ഐ എം നോട്ട് സെയിങ് ഫോൺ വാച്ചിങ് എല്ലാവരും അഡിക്റ്റാണ്, ബട്ട് പോണോഗ്രഫി ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു ലേൺ അബൌട്ട് സെക്സ്. ഇപ്പോഴത്തെ ഒരു കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത കുട്ടികൾ വളരെ കുറവാണ്. പക്ഷേ എത്ര പാരൻസ് കുട്ടികൾക്ക് മൊബൈൽ മേടിച്ച് കൊടുക്കുമ്പോൾ ഒരു പോൺ ബ്ലോക്കർ അല്ലെങ്കിൽ ഒരു അഡൽട്ട് കണ്ടന്റ് ബ്ലോക്കർ ഇട്ട് കൊടുക്കാറുണ്ട്. ബട്ട് എത്ര പാരൻസും ടീച്ചേഴ്സും സിഗരറ്റ് വലിക്കരുത്, കള്ളു കുടിക്കരുതെന്ന് പറയുന്ന അതേ എനർജിയിൽ ഫോൺ വാച്ച് ചെയ്യുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നുണ്ട്. ഈവൻ ദോ നിങ്ങൾക്കറിയാം വാച്ചിങ് പോണോഗ്രഫി ഈസ് എ ബാഡ് ഹാബിറ്റ്, ബട്ട് എത്ര പാരൻസ് കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട് ഡോണ്ട് വാച്ച് പോൺ എന്ന്. Why I'm doing this porn addiction awareness is because personally I was an addict. I used to watch pornography and life in ella meghalayilum it affected very badly. So it started when I was studying in 8th standard. At that point I wasn't hooked up. In the late 2017s I lost my job. I went to a really depressed state. To cope up with it or something, I started watching porn. That rabbit hole went deep and deep. I really reached a point where I hit rock bottom and I don't know what to do. And it's very common അല്ലേ, നമ്മൾ ബോയ്സിൻ്റെ ഇടയിൽ ഫോൺ വാച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര it's not a big deal. But at that time my relationship was 5 years old. I didn't know what to do other than end my life because life was that blank. ആ ഒരു ടൈമിൽ എൻ്റെ ആകെ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് മൈ പാർട്ട്ണർ. ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീ ഷുഡ്ന്റ് ബി ലെഫ്റ്റ് ഇൻ ദ വുഡ്സ്. ബിക്കോസ് 5 വർഷം കൂടേണ്ടായിട്ട് പെട്ടെന്ന് ഒരു ദിവസം നമ്മളങ്ങോട്ട് ഇല്ലാണ്ടാകുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യത്തിന് ആൾക്ക് ഉത്തരം കിട്ടാതെ പോരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വൺ നൈറ്റ് ഞാൻ ആളുടെ അടുത്ത് വളരെ കാഷ്വലായിട്ട് ഞാൻ പറഞ്ഞു ഐ ആം അഡിക്റ്റഡ് ടു പോണോഗ്രഫി. ഐ ന്യൂ ഷീസ് ഗോണ സേ ഐ ആം ഗോണ ബ്രേക്ക് അപ്പ് വിത്ത് യു. ഷീ റിയലി സർപ്രൈസ് മീ. ഇന്ന് ഞാനിപ്പോൾ അജ്മാനിൽ എൻ്റെ ബൈക്കുമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹർ. അന്ന് ആളെൻ്റെ അടുത്ത് ഒറ്റ കാര്യം പറഞ്ഞോളൂ, യു നോ വാട്ട് യു ആർ അഡിക്റ്റഡ് ടു. ഇത്ര നാൾ നീ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തില്ലേ, ഇനി നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാം. ദാറ്റ് വാസ് മൈ ഫസ്റ്റ് റേ ഓഫ് ഹോപ്പ്. എൻ്റെ ഹോൾ പെർസ്പെക്റ്റീവ് ടുവേർഡ്സ് പോൺ ചേഞ്ച്. ആൻഡ് ആ ഒരു മൊമെൻറ്റ് മുതൽ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ എനിക്ക് എന്ത് വേണം എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും അറിയുന്നു. എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുള്ളൂ, ഐ ഡോണ്ട് നീഡ് പോൺ ഇൻ മൈ ലൈഫ്. അതിനുശേഷം ആണ് ഞാൻ എൻ്റെ ഈ ഒരു റിഡംഷൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺസ് ഞാൻ എൻ്റെ റിഡംഷൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബും ഗൂഗിളും ഉള്ളൊരു റിസോഴ്സ് ഇതിനെപ്പറ്റി അന്വേഷിക്കാനും. ആൻഡ് ദ റിയൽ ഗെയിം ചേഞ്ചർ വാസ് ടൈം ഫോർ ഗ്രേറ്റ്നെസ്സിലെ അക്ഷയ് ബ്രോ. ഞാൻ വൺസ് ആ ചാനൽ ജോയിൻ ചെയ്യുകയും അവരുടെ പെയ്ഡ് കോഴ്സ് എടുക്കുകയും ചെയ്ത് അവരെന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയുണ്ടായി. സോ ആ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദർ വാസ് നിയർലി 1000 മെമ്പേഴ്സ് ഇൻ ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് ഈച്ച് ആൻഡ് എവരിബഡി വാസ് അഡിക്റ്റഡ് ടു പോണോഗ്രഫി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ഒറ്റയ്ക്കല്ല ഇതിൽ. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും അതിനോട് കോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ജസ്റ്റ് വാച്ച് പോൺ ആൻഡ്
masturbate and just forget about that situation or അല്ലെങ്കിൽ just suppress that emotion. In my case ആണെങ്കിലും ഒരു പെയിൻ കില്ലർ മോഡിൽ തന്നെയാണ് ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. I have relapsed. I don't know how many times. Every time I somehow get back up, and of course she was there. Porn watching എല്ലാവരും അഡിക്റ്റ് ആണെന്ന് I won't say. Not long after I got a job in Saudi Arabia, but after 2 years she shifted to Canada. Why Turkey? Why I started from Turkey? It's because my plan was ride all the way to Canada, then to the US. 3 years I meet ചെയ്തിട്ട് ഞാൻ പല രീതിയിൽ കാനഡയ്ക്ക് പോകാൻ നോക്കി. I didn't get accepted to the student visa. Then I tried for job, പക്ഷേ അതും നടന്നില്ല. വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്ത് അതും നടന്നില്ല. Then I was like left with no other choice other than to take my bike and hit the road. So അതിനു വേണ്ടി Schengen visa വരെയും കിട്ടി. Our plan was like I would ride all the way to Amsterdam and we'll meet there. കുറച്ച് ഹോസ്പിറ്റൽ സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് the trip got delayed almost 3 months. The day I landed in Turkey, my Schengen visa expired. And അങ്ങനെയാണ് ഇറാനിലേക്ക് ഞാൻ കയറുന്നത്. ഇറാൻ ത്രൂ ദുബായ്. ആൻഡ് ദുബായ് വന്നതിന് ശേഷം ഞാൻ സൗദി അറേബ്യയ്ക്ക് പോയി. ഇപ്പോൾ തിരിച്ച് UAE അജ്മാനിൽ വന്ന് നിൽക്കുകയാണ്. And today, 27th of April 2024, she's gonna come to the airport all the way from Canada just to meet me. It feels so surreal. It's been 3 years. I don't know how that moment is gonna be. All these 5 or 6 years, she was with me through all the ups and downs. I'm really proud of myself and us. Today I'm gonna pick her up from Dubai airport on my bike. Feels so good to say that. ഇത്രയും ദൂരം പിന്നിടുമ്പോഴും ഈ ഒരു മൊമെന്റ് അത് ഒരു ദിവസം വന്നു ചേരുന്നുള്ളൊരു ഒറ്റ പ്രതീക്ഷയിലാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതും. ലെറ്റ്സ് ഗോ ടു ദ എയർപോർട്ട് വിത്ത് ഏഞ്ചൽ ടു പിക്ക് അപ്പ് അനദർ ഏഞ്ചൽ. Assalamualaikum. Terminal 3. Please scan parking ticket on your phone to pay before exiting. Oh, why in the fucking hell? ഈ ഒരു ജേണി ഇത് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഐ വോണ്ട് റൈഡ് ഓൾ ദ വേ ഫ്രം ഇന്ത്യ ടു USA ടു മീറ്റ് മിസ്റ്റർ ടെറി ക്രൂസ്, മൈ ഐഡൽ. സം ഡേ, ഐ ഡോണ്ട് നോ വെൻ. ആൻഡ് വെറുതെ എനിക്കൊരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഒരു സ്കൂളിലെങ്കിലും പോയി അറ്റ്ലീസ്റ്റ് the next generation should know. I'm not saying you shouldn't watch porn. At least you should know. When they say porn is free, it's actually not free. It takes away your focus, your career, your relationships. It can affect each and everything in your life and it can dismantle you. Literally. I want to go all the way to top. എല്ലാ സ്റ്റേറ്റിലും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് പാസ് ചെയ്യുന്ന സ്റ്റേറ്റ്സിലെ ക്യാപിറ്റലിലെങ്കിലും 1-2 സ്കൂൾസോ കോളേജസോ വെച്ച് സെലക്ട് ചെയ്ത് ഐ വാണ്ട് ടു ഡു ആൻ അവയർനെസ് പ്രോഗ്രാം ആൻഡ് ഐ വാണ്ട് ടു ആൻ ഓൾ ഇന്ത്യ. After that, all India, I don't know how. I want to drive all the way to USA via Canada. Yes, of course, I'm looking forward for sponsors. And finally, why the mask? So for me, my targeted audience, they don't care about my face. I know how it feels. It's a really, really dark place and really dangerous to be alone. There was a lot of shame, guilt. I used to think how people would think about me if I share pornography awareness or something like that. Not anymore. ടെറി ക്രൂസിൻ്റെയും അതുപോലെ കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് പോണോഗ്രാഫീനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അറ്റ് ദി എൻഡ് ഐ വിൽ ക്ലിപ്പ് സം വീഡിയോസ് ഓൾസോ. 2018 പോൺ ഇൻഡ്യൂസ്ഡ് ED ഉണ്ടെന്ന് സെൽഫ് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നൊന്നും എനിക്ക് ബാക്കിയില്ല. ലിറ്ററലി എനിക്ക് നിലത്തുനിന്ന് കുനിഞ്ഞ് ഒരു പേപ്പർ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ആ ഒരു അസുഖത്തിന് ഞാൻ പോരാടി തന്നെ തോൽപ്പിച്ച് ഏകദേശം 17,000 കിലോമീറ്ററും 4 രാജ്യവും കവർ ചെയ്ത് അതിന് വേണ്ടിയുള്ളൊരു അവയർനെസ് റൈഡ് നടത്തി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ലിറ്ററലി എനിക്കത് ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ഓഫ് കോഴ്സ് ദാറ്റ്സ് മൈ ഗേൾ ആൻഡ് വിരലിലെണ്ണാവുന്ന 1-2 സുഹൃത്തുക്കളും മാത്രമാണ്.
സോ പോണോഗ്രഫി എങ്ങനെ എൻ്റെ ലൈഫിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നതാണ് ഇത്ര നേരം സംസാരിച്ചത്. ബട്ട് വാട്ട് അബൌട്ട് ദ സൊസൈറ്റി? ഞാനും നിങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആവുന്ന ഈ ഒരു സൊസൈറ്റിനെ പോണോഗ്രഫി എങ്ങനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു? പോൺ കൺസ്യൂം ചെയ്യുന്ന ഒരാളുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൊക്കൈൻ കൺസ്യൂം ചെയ്യുന്ന ഒരാളുടെ ബ്രെയിൻ ആക്ടിവിറ്റി ഇസ് വെരി സിമിലർ. ആൻഡ് വാട്ട് മേക്സ് പോൺ ഈവൻ ഡേഞ്ചറസ് ഇസ് ഇറ്റ്സ് അവൈലബിലിറ്റി. ഒരു ഇൻ്റർനെറ്റ് കണക്ഷനും ഒരു സ്മാർട്ട് ഫോണും ഉണ്ടെങ്കിൽ നമുക്ക് ലിറ്ററലി എവിടെ നിന്ന് വേണമെങ്കിലും ഫോൺ ആക്സസ്. ഇന്ത്യയിലെന്നല്ല, വേൾഡ് വൈഡ് ആയിട്ടാണെങ്കിലും സെക്സ് ട്രാക്കിങ്ങും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ വരുന്ന അറ്റാക്സ്, അതിനകത്ത് ഡ്രഗ്സിന് യെസ് ഓഫ് കോഴ്സ് അതിനൊരു പങ്കുണ്ട്. പക്ഷേ നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ഫാക്ടറുണ്ട്, ഇറ്റ്സ് പോണോഗ്രഫി. ഒരു ചെറുപ്രായത്തിലെ പോണോഗ്രഫിയോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ തന്നെ അതിനോട് ഒരു അഡിക്ഷൻ ഫീൽ ചെയ്യാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം തന്നെയാണ്. ആൻഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഹൗ ഡോപ്പമിൻ വർക്ക്സ് ഇൻ അവർ ബ്രെയിൻ എന്നുള്ളത്. സോ പോണോഗ്രഫി വാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലുണ്ടാകുന്ന ഡോപ്പമിൻ റിയാക്ഷൻ്റെ അത്രയും ഉണ്ട്. വേറെ എന്ത് ആക്ടിവിറ്റി ചെയ്താലും കിട്ടുന്നില്ല. ദാറ്റ് മേക്സ് പോണോഗ്രഫി ഈവൻ മോർ അഡിക്റ്റീവ്. കള്ള് കുടിക്കരുത്, സേർട്ട് വലിക്കരുത് എന്ന് പറയുന്ന ആ ഒരു സെയിം എനർജിയിൽ എത്ര പാരൻസ് കുട്ടികളുടെ അടുത്ത് ഡോണ്ട് വാച്ച് പോൺ എന്ന് പറയുന്നുണ്ട്. പോൺ ഈസ് എ വെരി റെലവൻറ്റ് ഫാക്ടർ വെൻ ഇറ്റ് കംസ് ടു സെക്ഷൽ അബ്യൂസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നാട്ടിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു ഫാമിലി ഓർ കിഡ്സ് ഓറിയൻറ്റഡ് ഓഡിയൻസ് ആണ് കൂടുതലെങ്കിൽ, ലൈക്ക് ഇപ്പോൾ പേളി ആയാലും ഷസാമ ആയാലും കാർത്തിക് സൂര്യ ആയാലും ഈഗിൾ ഗെയിമിംഗ് ആണെങ്കിലും സീക്രട്ട് ഏജൻറ് ആണെങ്കിലും, നിങ്ങളെപ്പോലുള്ളവർ ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല മെയിൻ സ്ട്രീം മീഡിയയിലാണെങ്കിലും കൂടുതൽ ഇതിനെപ്പറ്റി ഡിസ്കഷൻ വരികയും കൂടുതൽ ആൾക്കാർ പോണോഗ്രഫീനെ പറ്റിയുള്ള നെഗറ്റീവ് ഒരു പോയിന്റ് ഓഫ് വ്യൂ അവരറിയുകയും കുട്ടികളിലേക്ക് എളുപ്പത്തിൽ പാരൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് സംസാരിക്കാനുള്ളൊരു ഗേറ്റ് വേ കൂടി ആയിരിക്കും. ആൻഡ് ഓൾസോ ഇപ്പോൾ മായാസമ്മ അല്ലെങ്കിൽ ടൈം ഫോർ ഗ്രേറ്റ്നസ് പോലുള്ള ചാനൽസ് ചെയ്തു വച്ചിരിക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ആൾക്കാരിലേക്ക് കൂടുതൽ സ്പീഡി ആയിട്ടുള്ളൊരു റിക്കവറി. അങ്ങനെ നിങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആര് തന്നെ ആയാലും പ്രായഭേദമന്യേ നമ്മുടെ സൊസൈറ്റീനെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ക്യാൻസറസ് ആയിട്ടുള്ളൊരു ഹാബിറ്റിനെ കുറിച്ച് എസ്പെഷ്യലി കുട്ടികളുടെ അടുത്ത് പാരൻസിന് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് പറയാൻ ഒരു വേദി അല്ലെങ്കിൽ ആ ഒരു ഗേറ്റ് വേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. I want to thank Samir Tahir, DQ, Sunny Rain, the whole cast and crew of Neelakasham Pachakal. I don't know how many times I have watched this movie. ഞാൻ എനിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേർപ്പസ് എന്താണെന്ന് റിമൈൻഡ് ചെയ്യുന്നില്ല. ആ മൂവി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഈ DQ എത്ര മൂവീസ് ചെയ്താലും ദാറ്റ് മൂവി ഹോൾഡ്സ് എ സ്പെഷ്യൽ place in my heart. And I want to thank Terry Crews. He's a Hollywood actor. എത്ര പേര് പുള്ളിക്കാരൻ്റെ മൈ ഡേർട്ടി ലിറ്റിൽ സീക്രട്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. 1.5 years into my redemption journey, I happened to watch that video. That's one of the reasons I'm doing this video without a mask. You have that much to lose and you could have just kept quiet. You just chose to post that video and inspire billions of people. And yeah, Billie Eilish, when you said I hate how much the world love porn, it really hit me. സോ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ഡെപ്തും ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക. ഇതൊരു വലിയ മൂവ്മെൻറ്റിൻ്റെ ഒരു ചെറിയ കിക്ക് സ്റ്റാർട്ട് മാത്രമാണ്. സോ ഇനിയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. താങ്ക് യു.